Guys, look at the view. എങ്ങനെയൊരു തണുപ്പുണ്ടോ? സ്കോട്ട്ലാൻഡ് പോയ ഇതൊക്കെ എന്ത്? സ്കോട്ട്ലാൻഡിൽ നിന്ന് വന്നാൽ ഇതൊക്കെ എന്ത്? സ്കോട്ട്ലാൻഡിൽ നിന്ന് ചൂടാണ്. എന്താ പോരാത്ത നേരത്തെ വന്നേന്നല്ലോ. എനിക്ക് നല്ല തണുപ്പുണ്ട് ഗൈസ്. ചൂടിടാത്തോണ്ടായിരിക്കും. ഞാനാണെങ്കിൽ കിടന്നാ കാണാൻ കംഫർട്ടിന് ചൂടാണ് വന്ന്. ഇതാണ് നമ്മൾ ട്രിപ്പ് കോർഡിനേറ്റർ സെലക്ട് ചെയ്ത ഹോട്ടൽ. Why did you select this? ഗോപി പോലെ ഭയങ്കര ലുക്കായിരുന്നു. ഇവിടെ ലുക്ക് ഉണ്ടായിരിക്കും. ഞാൻ മണാലി വ്ലോഗ് കണ്ടതിലൊക്കെ പുറത്തുനിന്ന് അത്ര ലുക്കില്ല ഹോട്ടലിന്. പക്ഷെ ഉള്ളിലായ ലുക്ക്. നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ആ പാട്ടല്ല അത്, അത് മറ്റേ ചീരന്റെ പാട്ടാണ്. എന്ത് അതല്ല, ഞാൻ വെറുതെ പാടിയതാ. ആ മലയാളിയേ. ഊരണം. പോണോ? യെസ് പോണം. പോണില്ല, ഇവിടെ നടക്കാനല്ലോ. അതെ, ഞങ്ങൾ രണ്ടാളും അമ്മ ടീച്ചറെ ട്യൂഷന് പോയത് എന്തായാലും കാര്യമായി. എനിക്കൊരു തേങ്ങ അറിയില്ല, ഏട്ടൻ ഇത്തിരിയെങ്കിലും അറിയാം. ഏട്ടൻ 10ാം ക്ലാസ് മാത്രമേ പോയിട്ടുള്ളൂ ഹിന്ദിക്ക് ട്യൂഷൻ. ഞാൻ 5ാം ക്ലാസ് മുതൽ പോയത്. ഞാൻ +1 +2 ഹിന്ദി എടുത്ത്, എന്നിട്ട് ഹിന്ദി അറിയില്ല. എന്താ ചെയ്യാ? ഞാൻ എല്ലാ വെക്കേഷൻ ക്ലാസ്സിനും ഗ്രാമർ ക്ലാസ്സിനും പോയിരുന്നു. ഗ്രാമർ ക്ലാസ്. അതാ തോന്നുന്നു എനിക്ക് ഇത്ര കൺഫ്യൂഷൻ. കീയാണോ കായാണോ പൂവാണോ ഒക്കെ പറയുക. അതാണ് ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ. എനിക്കറിയില്ല. ഹോട്ടൽ മനുവിൽ കയറിയാലോ? മനു നടത്തണം. പേര് മണാലി മഹർഷി അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഇങ്ങനെ മണാലി ആയത് എന്താണ് കഥ? ഹോട്ടൽ മനു പോകുമ്പോ ഈ ഫ്ലാഗ് വാങ്ങിക്കാം. ഒന്നാണ് ഈ 10. നമ്മുടെ സോങ് ഓഫ് ദി ട്രിപ്പ്. നമുക്ക് കുറച്ച് വ്യൂ കാണാനേ. സ്നോ കാണിച്ചാലോ ഗൈസ്? മണാലി വന്ന് കാണുന്ന ഫസ്റ്റ് സ്നോ. എംഎസിന്റെ ഗുളിക മേടിക്കണം നമുക്ക്. എവിടുന്നാ? പക്ഷേ മെഡിക്കൽ ഷോപ്പ് എവിടെന്നാ? പാക്കേജ് എടുക്കാതെ പോണതിന്റെ ഒരു രസം ഇതാണ്. അങ്ങനെ വാറിപ്പറന്ന് നടക്കാം. ട്രിപ്പ് കോർഡിനേറ്റർ വഴി സെർച്ച് ചെയ്തെടുക്കാം. ചേട്ടൻ എന്തൊക്കെയാ നമ്മളെ പ്ലാൻസ്? എന്തൊക്കെയാ പ്ലാൻസ്? ഇന്ന് നമ്മൾ സലാംവാലി കോക്സർ. നാളെ റോട്ടാങ് പാസ്. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാണാം. നോക്കൂ ഗൈസ്, കത്തണ വിലയാ.
നമ്മളെ നാട്ടിലെ ഹോയ്പഞ്ചാവൂരുണ്ട്. ഞാൻ ബേസിലെ വളർന്നു. ചൈനീസ് സോങ് ഒക്കെ വെച്ചാണ് ഗൈസ് നമുക്ക് വൈബിങ് വിത്ത് ചൈനീസ് സോങ്. ഏതാ പാട്ട്? പക്ഷെ അങ്ങനത്തെ സോങ് അല്ലേ ബുദ്ധിസ്റ്റ് ഉമ്മണി പത്മേഹം. പത്മേഹം. ഓ മലയാളം പാടറാജ്. ഓം നമ ശിവായ എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ട്യൂണ്. ഓം മണി പത്മേഹം ഇതാണ് അതാണ് ഈ പാട്ടിന്റെ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓം മണി പത്മേഹോ. വാട്ട്? ഓം മണി പത്മേഹോ. അതാണെന്നാണ് നമ്മളെ പ്രിയപ്പെട്ട ട്രിപ്പ് അഡ്വൈസറായ അശ്വിൻ ശ്രീനിവാസ് പറയുന്നത്. എവിടെയോ ചെന്ന വരി. ഫസ്റ്റ് ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഡിഫറൻസ് ഓഫ് സ്കോട്ട്ലാൻഡ് ആൻഡ് മണാലി പറയും. മണാലി നേച്ചർ ഭയങ്കര ഭംഗിയാണ്, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. പക്ഷെ നോട്ട് വെൽ മെയിൻറ്റെയിൻ. മണാലി സ്കോട്ട്ലൻഡ് പോലെ വൃത്തിയായി വെച്ചാൽ വേറെ ലെവൽ സ്ഥലം. ഗൈസ് ഇത് കഴിക്കട്ടെ. ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്. ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്റെ കാലാകാലമായ സദാപാലയെ മാത്രമേ അറിയുള്ളൂ. അല്ല കേട്ടോ, ഞാൻ അല്ലാത്തതും പാടും, പക്ഷേ മൊത്തം അറിയില്ല എന്ന് മാത്രം. ഇതിനേക്കാളും കൂടുതൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ആളാണ് ഞാൻ. ഏട്ടനെന്തേന്ന് മറ്റത് റൂം ടൂർ കാണിച്ചു തരാട്ടോ. ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ അശ്വിൻ ശ്രീനിവാസ്. ഹായ്, ബാൽക്കണി ഉണ്ട്. തുറക്ക്. മലയൊക്കെ കാണാം. ഇതെങ്ങനെ തുറക്കൂ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊന്നും ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ. നമുക്ക് ആ സ്നോ ഉള്ള ഭാഗം വേണേനു. അത് ഏത് അപ്പുറത്തെ ഭാഗത്ത് റൂമായി തിങ്ക്. നമുക്ക് തിരിച്ച് റൂമിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് ബാക്കി റൂം ടൂർ കാണാം. അമ്മേ, ഇതാണ് നമ്മുടെ വാഷ്റൂം. ഒരു ക്യൂബിക്കിളുണ്ട്. കൊള്ളാം. ഗായ്സ്, നമ്മൾ അവസാനം സ്നോ കണ്ട്, പക്ഷെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കണ്ടു കഴിഞ്ഞു. Look at this background.
നമുക്കിനി ആ റിവറിന്റെ അവിടേക്ക് പോയി നോക്കാം. ഗൈസ്, അപ്പം നമ്മൾ പിന്നെയും കാറിലേക്ക് കയറാൻ പോവാ. നമ്മൾ ഈ മല കയറി രണ്ടൊക്കെ ഹൈറ്റ് കൂടിയാണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മള് ബാക്കിയുള്ള കയറട്ടെ. എനിക്ക് അത്ര കിതക്കില്ല. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് അത്ര. ഇനി എവിടെ കയറുണ്ട്? ആ സാധനം അടിപൊളിയാണ്. ഞാൻ ഏതാ വ്ളോഗ് കണ്ടിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വിടില്ല. ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. Look at the view, guys. കുറച്ചേ ഉള്ളൂ, എന്നാലും ഇത് ചന്ദ്രന് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. എങ്ങനെയാണ് ചന്ദ്രനിലെ എക്സ്പീരിയൻസസ്? നീലാംസ്ട്രോങ് പോയപ്പോ പറഞ്ഞത് ഭയങ്കര സൂപ്പറാണ്. ഓവർ റേറ്റഡ് ആയിട്ടൊക്കെ തോന്നിയത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഫിറ്റായ ഡ്രസ്സൊന്നും കിട്ടില്ല ഗൈസ്. ഞാനൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മലയൊക്കെ കയറണം. ഇത് എപ്പോഴാ കയറാൻ പറയാൻ പറ്റില്ല. ബാക്കിയുള്ള മല കയറാം നമുക്ക്. ഇവിടെ ദുർഗ ഫുഡ് വാനിന് നമുക്ക് വേണ്ട, കഴിക്കാം. അല്ല, സ്റ്റാർ ഹോട്ടൽ വേണ്ട, എന്നാലും ഒരു വാൻ, ദുർഗ ഫുഡ് വാൻ. ഞാൻ പെട്ടുപോയി ഇന്ന് നോക്കവിടെ എവിടെ കണ്ടി. എനിക്ക് ഓൾറെഡി സിക്നസ് ഒന്നുമില്ല. എനിക്ക് കുറച്ച് ഞാൻ അത്രയും അവിടേക്ക് നമ്മൾക്ക് പോണം. അപ്പൊ നമ്മള് ഒന്ന് റെസ്റ്റ് എടുത്തതാ. കുറച്ച് കഴിഞ്ഞിട്ട് ചെലപ്പോ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ആണോ? ഇരിക്കാൻ നല്ല ടൈറ്റാ ബാറ്റ്. സോളാങ് വാലിന് നോർമലി മണാലിയിൽ സ്നോ ആണ് അല്ലേ? അല്ലേ? അവിടെ പക്ഷെ ഇപ്പൊ പോയ പൂരപ്പറമ്പ് പോലെ ഉണ്ട്. അതാണ്. പക്ഷെ ഇവിടെ ഇത് ഇവിടെ ഈ സ്ഥലത്തിന് പേരെന്താ? ഗ്രാംഫു എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഇവിടെ കുറച്ച് സ്നോ ഉണ്ട്. റോത്താങ് പാസിലാണ് നല്ല സ്നോ എന്നാണ് പറയണത്. നമുക്കറിയില്ല. നീലാംസ്ട്രോങ് പറയണത് നാളെ റോത്താങ് പാസ് പോവാം, റോത്താങ് പാസ് 1 ഡേ മൊത്തം വേണമെന്നാണ് നീലാംസ്ട്രോങ് പറയുന്നത്. അങ്ങനെ ഇപ്പൊ നമുക്ക് ഒറ്റടിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ മെല്ലെ ഇരുന്ന് സിക്നസ്, അതുകൊണ്ട് നമ്മൾ ഇരുന്ന് മെല്ലെ പോവാ. നമ്മളൊരു ഫോട്ടോഗ്രാഫർ അയാളെന്ത് ഫാസ്റ്റ് ആയിട്ടാ പോണ്. അതുകൊണ്ട് അയാൾക്ക് അക്ലിമറ്റൈസേഷൻ ഉണ്ടാവില്ല അല്ലേ? ഓ ശരിയാണ്. പക്ഷെ ഇവിടെ ഒരാൾക്ക് മറ്റേ ഗ്ലൗസ് ഒന്നും വേണ്ട, തണുപ്പൊന്നുമില്ല.
ഓഡിയോസിറ്റി പ്ലസ് മാത്രമേ ഉള്ളൂ. അഡാപ്റ്റേഷൻ എന്താ സ്നോ അടിപൊളി കേട്ടോ. ബാക്കിട്ട് കുറച്ചേ ഉള്ളൂ, എന്നാലും നമ്മൾ അത് വെച്ചിട്ട് ഉള്ളത് ഓണം പോലെ. നാളെ റോത്താം പാസ് നമ്മൾ വലിയ സ്നോ ആണ്, ഇത് കുഞ്ഞി സ്നോ. ഇനി ഇതിനു ശേഷം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സിസുല. എന്തായാലും പ്ലാനൊന്നുമില്ല, സ്നോ കാണണം, അതായത് നമ്മുടെ മെയിൻ എയിം, നമ്മുടെ എൻ്റെ ബിക്കോസ് ഏട്ടൻ ഓൾറെഡി സ്നോ കണ്ടതാണല്ലോ, ഇതിലും അധികം സ്നോ കണ്ടതാണല്ലോ. എന്താണ് ഇവിടുത്തെ അവിടുത്തെ സ്നോ വ്യത്യാസം പറയൂ? സ്കോട്ട്ലാൻഡിലെ സ്നോ വ്യത്യാസം, ഇവിടുത്തെ സ്നോന്റെ വ്യത്യാസം പറയൂ. കുറ്റം പറയാൻ വിചാരിക്കരുത്, പക്ഷെ ഇവിടെ കുറച്ച് വൃത്തി കുറവാണ്. അവിടെ ഭയങ്കര ഫ്രഷ് സ്നോ ആണ്, നല്ല പ്യുവർ വെള്ള കളറിൽ. ശരിയാ, കുറച്ചുകൂടി സ്നോയിൽ കളിക്കാനൊക്കെ രസം. ഏട്ടന് ഡയറി വരട്ടെ, ഇവിടുത്തെ സ്നോ എടുത്ത് കഴിക്ക്. ഞാൻ കഴിച്ചില്ല. എന്റെ കിറണുണ്ട്. Guys, the view from ഏതോ ഒരു വ്യൂ പോയിന്റ്. എന്താ പറ്റി രമണ? എന്താണ് ഒരു വിഷമം? ഫോട്ടോഗ്രാഫർ ക്ഷീണിച്ചില്ല. ഫൈനലി വി റീച്ച്ഡ്. സ്നോവിന്റെ അടുത്തെത്തി, പക്ഷെ ഭയങ്കര സ്നോ ഒന്നുമില്ല. ഭയങ്കര സ്നോ ഉള്ള സ്ഥലത്ത് നമ്മൾ നാളെ പോകാൻ പോകും. എൻ്റെ കരയിലുണ്ട് കുറേ. എനിക്കൊന്ന് റിയലി സ്നോ ഒന്ന് തൊടണമെന്നുണ്ട്. എങ്ങനെയാണ് ശരിക്ക്? ഞാൻ ഗ്ലൗസ് ഇടാതെ ഒന്ന് തൊടണമെന്നുണ്ട് സ്നോ. ഒന്ന് തൊട്ടോട്ടെ. അതിന്റെ മുകളിൽ കയറാൻ പറ്റില്ല. അശ്വതി മൂപ്പര് ഒരു മണിക്കൂർ കൊണ്ട് വരാൻ പറഞ്ഞ. ആ വാ പോവാ. 5 മണിയാകുമ്പോ ഇരുട്ടാവും. അഡൽ ടണലിന്റെ അവിടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഗൈസ്, ഇവിടുത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു, ഫോട്ടോ എടുത്തു. ഇന്ന് നമ്മൾ നേരെ അഡൽ ടണലിൻ്റെ ഇവിടേക്കാണ് പോകുന്നത്. അവിടുന്ന് ഫോട്ടോ എടുത്ത് ഇന്നത്തെ ഇത് കഴിഞ്ഞില്ലേ, അതിനുശേഷം നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങുന്നതാണ്. ബൈ. കരുതിരിച്ചില്ലേ? കരുതിരിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇതെന്താണ്? ഞാൻ 2 പ്രാവശ്യം ഇവിടുന്ന് തലയും കുത്തി വീണ് എന്നെ പിടിച്ച്. എനിക്കറിയില്ല ഞാൻ മാത്രം എന്താ ഇവിടുന്ന് വീണ്. എനിക്ക് ശരിക്കൊന്ന് പോയി സ്നോവും തുടങ്ങുന്നുണ്ട്. ഞാൻ തൊട്ടിട്ട് വരാം. കുട്ടി സുട്ടുമണി തൊട്ടല്ലോ. ഞാൻ ചിലപ്പോ ഇവിടെ നിന്ന് വഴിക്ക് വീണാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാണ് ഇത്ര നേരം ഗ്ലൗസിലാണ് സർവൈവ് ചെയ്ത്? മുട്ടിലെ ചളിയാണ്. എന്താ പാവം ഉണ്ടാവും. ഇനി വേറെ ആരെങ്കിലും ഈ ഡ്രസ്സ് ഇടുമ്പോ ഈ ചളി വെച്ചിട്ട് പാവം ഉണ്ടാവും. തെയ്തോം തെയ്യത്തോം തെയ്തോം തെയ്യത്തോം. നമ്മൾ ഈ തണുപ്പത്തൊരു മാഗി കഴിക്കാൻ പോവുകയാണ്. ഞാൻ മാഗിയും കൂടി കഴിച്ചിട്ട് വേണം പോകാൻ. നമുക്ക് ആദ്യം ഒന്ന് വഴി തെറ്റി ഇതെങ്ങനെ ഇറങ്ങണ്ടെന്നുള്ള വരും. നമ്മൾ നേരായ വഴിക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാഗി കിട്ടിയാ നോക്കട്ടെ. എന്തോ look at this. അത് പൊട്ടിനി. പക്ഷെ നമ്മൾ പഞ്ഞുമിഠായിൻ്റെ ഒക്കെ ഇത് ഭയങ്കര ഇങ്ങനെ പീച്ചണ വരി അങ്ങനെ ആണല്ലോ ഇരിക്കുന്നത്. എന്താ പഞ്ഞുമിഠായിൻ്റെ
എനിക്ക് ബ്ലൗസ് എനിക്ക് താങ്ങായി. നമുക്ക് ഇവിടെ ഇരിക്കാം. ഓ വിളിക്കാം. ഒത്തിരി മാറ്റമുണ്ടല്ലോ മാഗിക്ക്. വൃത്തിയില്ല അപ്പൊ നമുക്ക് എങ്ങനുണ്ട്? നൈസാ. ഞാൻ കഴിക്കട്ടെ. ഒരു വേറൊരു മസാല അല്ലേ, നമ്മളുണ്ടാക്കണ പോലെയല്ല. ബാക്കി കഴിക്കട്ടെ. ബൈ ബൈ. അട്ടൽ ടണലിന്റെ ഫ്രണ്ടിൽ കാണിച്ചാൽ അട്ടൽ ടണൽ. നമ്മളെവിടെയാണ് എത്തിയിരിക്കുന്നത്? അല്ല എങ്ങനെയുണ്ടായിരുന്നു വ്യൂ കാണിച്ചു തരാം. Look at the view. Wow. Guys, രാത്രി നമ്മുടെ ഹോട്ടൽ ക്ഷീണിതരായ രണ്ടാൾക്കാർ. എവിടുന്ന ഈ പാട്ടേക്കണ്? ഇതിന് മോളുണ്ടോ? ഞാൻ പോയി പാടാൻ പോവാ. ഞാനും പാടട്ടെ. ഇന്ന് പാടിപ്പിക്കോ? ഞാൻ പോയി മലയാളം പാട്ട് പാടാം. എവിടുന്നാ പാടണേ? മൊത്തം ഞങ്ങൾ കയറാൻ സമയം കിട്ടിയില്ല. ഉള്ളിലേക്ക് നമുക്ക് കയറാൻ സമയം കിട്ടിയില്ല. കുഴപ്പമില്ല, നമുക്ക് ട്രിപ്പ് കഴിഞ്ഞപ്പോഴേക്ക് സമയമായി. ഗൈസ്, ഒരു സംഭവം കാണിച്ചു തരാം. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി നോക്കി കണ്ട ഉള്ളൊരു വ്യൂ. Look at this, guys. കുറെ നേരെ പാട്ടൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് കൂട്ടാൻ കാരണം ഭയങ്കര തണുപ്പാ.